ഹായ് ഹലോ. ഇന്ന് നമ്മുടെ 31-ാം തീയതി അല്ലേ. ഞങ്ങളുടെ പള്ളിയിലുള്ള കുറച്ച് വീടുകളിലൊക്കെ പോയി ഞങ്ങളൊരു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് വരാം. എൻ്റെ ഹസ്ബൻഡ് എവിടെ പോയാലും ബൈബിൾ വായിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഇറങ്ങുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന പുറത്തേയും കർത്താവ് എന്നീ അവിടുന്ന് ഒരുക്കണം. യേശുക്രിസ്തു ഒരു വർഷക്കാലം ഞങ്ങൾ നടത്തി, ഞങ്ങളെ പരിപാലിച്ചു. അനർത്ഥങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ചു. വേദനകളെ, അസ്വസ്ഥതകളെ, മനോഭംഗങ്ങളെ എല്ലാം മാറ്റി. അവിടുന്ന് കർത്താവ് ഞങ്ങളെ ഞങ്ങളെ സഹായിച്ചവർക്ക് വേണ്ടി സ്തുതിക്കുന്നു. ആദ്യമായ സാന്നിധ്യം കർത്താവെ കൃപയും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണം. ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അമ്മച്ചി എങ്ങനെ ഇരിക്കണ? സുഖം തന്നെ. എന്നെ മനസ്സിലായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ പറയും. എന്നെ മനസ്സിലായോ? യോഗനെ ലോഞ്ച് ചെയ്തിട്ട് ഡാൻസ് മനസ്സിലായില്ല. ഇല്ല. ഇത് സ്ട്രോക്ക് വന്നതുകൊണ്ട് അതല്ല, ഈ പാർക്കിൻസൺസ് എന്ന് പറയുമ്പോ സംസാരിക്കുകയും ചെയ്യുന്നത് എന്നെ അറിയാം. അറിയൂടെ? ആ ആ രണ്ട് കൈയും അങ്ങോട്ടിട്ട് പിടിച്ച് ഇങ്ങോട്ടിട്ട് പിടിച്ച് രണ്ട് കൈയും അലങ്കാറുണ്ട്. പിന്നെ പുള്ളി അങ്ങോട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ഞാൻ പറഞ്ഞു അതിനെ നമുക്ക് സാധിച്ചു. ഇങ്ങനെ ചവിട്ടിയാണ് നീങ്ങില്ല. പൊട്ടി എവിടെയാണ് പൊട്ടിയത്? അത് എവിടെയാണ് പൊട്ടിയത്? അതൊക്കെ അവിടെ ഒരു സുഖം പറയുന്നു. പിന്നെ അവിടെ പൊട്ടിപ്പോയി. നമ്മള് വെൽഡിങ് ചെയ്തോ ആ ഭാഗം തന്നെ പോയി. പിന്നെ ഇത് വാങ്ങിച്ച് മാറ്റിയിടാൻ പറ്റില്ലേ? മാറ്റി 7,000-ന് പുതിയത് വാങ്ങിക്കാമല്ലോ. അല്ല, നമ്മളന്ന് വാങ്ങിച്ചത് നമ്മളെവിടെ പോയി ആശിനെ വാങ്ങിച്ച് മടിയ കോളേൻ്റെ അവിടെ പോയി. അവ 9,000 7,000 എന്തോ ആണ്. ഇതുപോലത്തതാണ് വാങ്ങിച്ചത്. ഇതുപോലത്തെ തന്നെയാണ് 7,000. ഓ, പാറക്കുട്ടിയ മച്ചക്ക് എല്ലാ ബസ്സിനും എനിക്ക് പറ്റുള്ളൂ. പിന്നെ മറ്റത് ലെഫ്റ്റ് കാണാൻ ലെഫ്റ്റ് എന്റെ സ്ട്രൈറ്റ് ആയിട്ട് ഇത് ഞാൻ ഇങ്ങനെയാണ് പോകണം. ഈ കുട്ടികളുണ്ട് ചക്കട്ടിയുടെ വീട്, രവീന്ദ്രൻ വീട്, പിന്നെ അജിൽ പോഷ്, വിജയമ്മ, ഇനിയിപ്പോ ലത ഇവിടെ
അതിനോട് മീൻ ഇതിന്റെ കിടങ്ങും കഴിക്കാൻ പറ്റില്ല. കാര്യം പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നും കൂടെ നമുക്ക് ഈ വർഷം കാണാൻ പറ്റും. അതിന്റെ ആയിരം നന്ദി. ഇനി അടുത്ത വർഷം കാണാൻ പറ്റും. അപ്പൊ ശരി, ഈ വർഷത്തിൽ കാണാം. പുതിയ വർഷം തുടങ്ങിയ പിന്നെ മരണങ്ങള്. എന്റെ സഹോദരന്റെ മോൻ ഇന്നലെ മരിച്ച, ഓൻ ഇന്നലെ പോയി. ഞാൻ എന്നെ കൊണ്ടുപോകില്ല. ഒരു സഹോദരന്റെ മോൻ വണ്ടി ഇടിച്ച് ഉടനെ മരിച്ചു. ഈ പുതിയ വർഷം തന്നെ എന്റെ ബന്ധത്തിൽ 2 എണ്ണമായി. അയ്യോ, അങ്ങനെ മനസ്സിന് ഭയങ്കര പ്രയാസം. ചെന്നാ എനിക്ക് ഇത്തിരി കാണാൻ നോക്കൂല. അതുണ്ടായിരുന്നല്ലേ? രാവിലെ പോയി. അവിടെ താമസമുണ്ടല്ലേ? നമ്മള് 10 മണിക്കാണ് പോയത്. അതിന് മുമ്പേ പോയി വിട്ടുപോയി. നേരത്തെ പോണ്ടായിരുന്നോ വണ്ടി? ലീവ് എടുത്തല്ലേ? ഇപ്പം പറഞ്ഞേ ഉള്ളൂ, നാളെ ഇവിടെ കാണുമെന്നുള്ളതായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ വന്നാൽ ഇവിടെ കാണൂലായിരുന്നു. പനിയാ? എനിക്ക് ആ ഓണം ഉള്ളത് ഇല്ല സാരല്ലേ. ഇത് ചുറ്റിക്കാരാണെന്നാണ് ചോദിച്ചത്. അവരോട് ചോദിച്ചത് ചുറ്റിക്കാർ വന്നു. ഭയങ്കര കളി. ഒന്ന് ഫോട്ടോ ഇട്. വില്ലന്മാര് താ നിൽക്കുന്നു. ഹായ് ഹായ്. ആരോ ചോദിച്ചല്ലേ പട്ടി? ആര്? മക്കളെ 3 കാലാകുമ്പോ പോകാം. അവര് ആഹാരം കഴിക്കും. എത്ര രൂപ കൊടുക്കും? എത്ര രൂപ കൊടുക്കണം? എനിക്ക് അറിഞ്ഞൂടാ സാറേ. ഇനി ചേട്ടൻ വന്നാലേ ചേട്ടനാണ് അതിന്റെ ഗാഡിയെ. ഞാൻ അവരെ ഡെയിലി എത്ര കപ്പ് പാല് വാങ്ങിക്കും, പിന്നെ പൊടി. അപ്പോ വേണ്ട, പ്രാർത്ഥിച്ചിട്ട് പോവാം. രോഗങ്ങളാലും പ്രതിസന്ധികളാലും ആപത്തുകളാലും അനർത്ഥങ്ങളാലും വേദനകളാലും കഴിയുമ്പോൾ യേശുക്കുട്ട ഞങ്ങളെ എത്രത്തോളം സൗഖ്യത്തോടും ആരോഗ്യത്തോടും കർത്താവെ ബലത്തോടും ശക്തിയോടും കാത്തു സൂക്ഷിച്ച കൃപയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നു. ഈ ഭവനത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി കർത്താവെ എന്നും നിലനിൽക്കുവാൻ തക്കവണ്ടിയാക്കണമേ. അപ്പോൾ ഈ ദേശത്തിനൊരു വിളക്കായി ശോഭിക്കുവാൻ, ഈ ദേശത്തിനൊരു അനുഗ്രഹമായി ശോഭിക്കാൻ കർത്താവിടെ ആക്കണമേ പ്രാർത്ഥിക്കുന്നു. നമ്മളാലാവണത് ചെയ്യല്ലേ? അതെ. ആ ഫോട്ടോയിൽ കാണുന്ന അമ്മയാണ് നമ്മളീ കാണുന്നത്. അവർക്ക് ഒരു അപകടം സംഭവിച്ചതാണ്. ആരോ അവരുടെ ദേഹത്ത് വണ്ടി കൊണ്ട് ഇടിച്ചു കൊടുത്തു. അവർ സ്കൂട്ടറിൽ ഓടിച്ചു പോവുകയായിരുന്നു. ഒരശത്ത് നിർത്തിയിട്ടിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോൾ ആരോ അവരെ ഇടിച്ചു വീഴ്ത്തി. ഇപ്പോൾ അവർ ഈ അവസ്ഥയിലായി.
ലോകക്കാർ നിത്യം ഘോഷിച്ചിടും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. മൊഴികൾ നിന്നിലുണ്ട് പരേനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ. ആ അമ്മയും ഭർത്താവും ആക്സിഡന്റ് പറ്റുന്നതിന് 1 മാസം മുന്നേ എടുത്ത ഫോട്ടോയാണ്. അവരുടെ ദുഃഖിതയായ അമ്മയാണ് ഈ കാണുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് അവർക്കൊപ്പം നിന്നൊരു വീഡിയോ എടുത്തു. അവർക്ക് ഞങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷവും ഒരു സമാധാനവുമാണെന്നാണ് എപ്പോഴും പറയുന്നത്.